John Austin തന്റെ മകൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ John Austin, when he told his young son, ജോയൽ ഓസ്റ്റിനെ കൊണ്ട് ചർച്ച് വരും. he brought his young son Joel Austin to the church. ജോയൽ ഓസ്റ്റിൻ വന്നിട്ട് ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. And Joel Austin used to come and sleep in the front chairs in the church. അപ്പോൾ പലരും പറഞ്ഞു ഈ കൊച്ചിനെ വീട്ടിലെങ്ങാണ് ഇട്ടാ പോരായോ. So some people will say, why don't you leave this boy in the home, he'll sleep well. അപ്പോൾ ജോൺ ഓസ്റ്റിൻ പറഞ്ഞത് എങ്ങനെയാണ്? So John Austin said it this way. ഉറങ്ങുവാണെങ്കിലും ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. John Austin said, if my son wants to sleep, let him sleep in the presence of God. ഈ സാന്നിധ്യത്തിൽ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. Let him sleep in the presence of God. എൻ്റെ കുഞ്ഞ് കരയും, എൻ്റെ കുഞ്ഞ് ഉറങ്ങും എന്ന് പറഞ്ഞ് അവനെ വീട്ടിലിരുത്തിയാൽ വലുതാകുമ്പോഴും അവൻ ചർച്ചിൽ വരാൻ മടിക്കും. If you encourage him to sleep at home, when he grows up, he will not come to the church. പക്ഷെ ആ കുഞ്ഞിനെ നീ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ വളരുന്നത് ദൈവസന്നിധിയിൽ ആയതുകൊണ്ട്, because he is growing in the presence of the Lord, ബൈബിൾ പറയുന്നു, the Bible says, ശമൂവേൽ സാക്ഷ്യത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ കിടന്നുറങ്ങി അവൻ ദാൻ മുതൽ ബേർശബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ. Samuel used to sleep next to the tabernacle of God, and so he became a prophet established from Dan to Beersheba. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സകല മാതാപിതാക്കളെ ഞാൻ എൻകറേജ് So ചെയ്യുന്നു. I encourage every parent listening to me. നിന്റെ തലമുറ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. You should not allow your children to go astray from the ways of the Lord. അവരെ അഭ്യസിപ്പിക്കുക. Come on, train them in the ways of the Lord. അവരെ അഭ്യസിപ്പിക്കുക. Train them in the ways of the Lord. ഹല്ലേലൂയ. അവരെ പഠിപ്പിക്കുക. Teach them the ways of the Lord. അവരെ വചനത്തിൽ അഭ്യസിപ്പിക്കുക. Establish them in the word of God. അവരെ എവിടെ പോയാലും wherever they go, അവരെ പിശാചിന് തൊടാൻ പറ്റാത്ത തരത്തിൽ Satan will ദൈവം not be able to touch or tempt them. ഇത് ഞാൻ പറയുമ്പോൾ എത്ര പേർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്യാൻ ഇപ്പോൾ How many of ആഗ്രഹിക്കുന്നു? you can say, Lord, thank you for my children? When I ഒരു say പക്ഷേ അടുക്കലുണ്ടാകാം, this, your children may be next to you. ഒരു പക്ഷേ നിങ്ങളെ വിട്ട് വിദൂരതയിലായിരിക്കാം. Most of them probably will be away from you. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. But let's pray for them. നിങ്ങൾ കണ്ടതിനേക്കാൾ ശക്തിയോടെ അവർ കർത്താവിന് വേണ്ടി നിൽക്കണം. Let's pray that they will see greater works than what we have witnessed in our life. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം. Let me say one thing for sure. ഈ അഭിഷേകം അവരുടെ മേൽ വീണാലുണ്ടല്ലോ, If this anointing falls on our children, നിങ്ങൾ പിന്നെ അവരെ കുറിച്ച് ബേജാറാകേണ്ട കാര്യമേ then you don't have to be worried about your children. ഈ അഭിഷേകം അവരുടെ മേൽ വീണാൽ, If this anointing falls on your അവർ children, കൊതിയോടെ ഇതിന്റെ പുറകെ നടക്കും. they will run after the things of God by themselves. ഇപ്പോൾ ഞാനത് പറയുമ്പം തന്നെ When I declare this right now before ചില you, തലമുറകളുടെ മേൽ കിടക്കുന്ന സ്വാധീനങ്ങളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുകയാണ്. oh, some dark influences on your children, the Holy Spirit is breaking them free from.